വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ട് പ്രഗ്നൻസി ചിലപ്പോൾ മിസ്കാരേജ് ആയി പോകാനായിട്ട് സാധ്യതയുണ്ട്. ആ മിസ്റ്റേക്ക് എന്താണെന്നും അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശരീരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്. നമ്മളെല്ലാവരും പ്രഗ്നൻസിയുടെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴേക്കും പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. മെഡിസിൻസ് കൃത്യമായിട്ട് എടുക്കാറുണ്ട്. അതായിരിക്കും ഏറ്റവും കൂടുതൽ എല്ലാവരും ചെയ്യുന്ന കാര്യം. പക്ഷേ മെഡിസിൻസ് എടുക്കുന്നതോടൊപ്പം നമ്മളെ കൊണ്ട് നാച്ചുറലി ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ശരീരത്തിന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള സാധ്യത അവിടെ വർദ്ധിക്കും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സപ്പോർട്ട് ശരീരത്തിൽ കൊടുക്കുന്നില്ല എങ്കിൽ മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അത് വർദ്ധിക്കുകയും ചെയ്യും കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു മോഡേൺ സിറ്റുവേഷനിൽ മോഡേൺ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് മറ്റുള്ള നമ്മുടെ പൂർവികരെ പോലെയായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല നമുക്കുള്ളത്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും നമ്മുടെ ഫുഡ് കഴിക്കുന്നതിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും നമ്മളിൽ പലർക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന്റെ ആ സമയത്ത് തന്നെ മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ ഉണ്ടാകുന്ന ബ്രീത്തിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ നമുക്ക് ശ്വാസമടക്കാൻ ബുദ്ധിമുട്ടോട് കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ ആ ഒരു പ്രഗ്നൻസിയെ അഫക്ട് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ടാണ്. നമ്മുടെ കുഞ്ഞ് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഫെർട്ടിലൈസ്ഡ് ആ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് കുഞ്ഞ് ശ്വസിച്ചു തുടങ്ങുന്നതും കുഞ്ഞ് ജീവിച്ചു തുടങ്ങുന്നതും നമ്മളിലൂടെയാണ്. നമ്മളിലുള്ള ഓക്സിജനും നമ്മളിലുള്ള വിറ്റമിൻസും ഒക്കെ അബ്സോർബ് ചെയ്തും എത്തിച്ചു കൊടുത്തിട്ടുമാണ് നമ്മുടെ ശരീരം കുഞ്ഞിനെ പരിപാലിച്ചു പോരുന്നത്. കുഞ്ഞ് ശരീരത്തിനകത്ത് ബ്രീത്ത് ചെയ്യുന്നില്ല. ആ സപ്പോർട്ടൊക്കെ കിട്ടുന്നത് നമ്മുടെ ഒരു പൊക്കിൾ കൊടി വഴിയാണ്. നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടല്ലോ. ഈ ബ്രീത്ത് ചെയ്യുന്നത് നോർമലി ബ്രീത്ത് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു കൗണ്ടിലാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. അതായത് ഓക്സിജൻ റിക്വയർമെന്റ് നമുക്ക് ഏർലി സ്റ്റേജിൽ വളരെയധികം കൂടുതലാണ്. ഓക്സിജൻ ഇല്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. പക്ഷെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന ഓക്സിജന്റെ അളവ് കൂടുതലാണ്. കാരണം നമ്മളിൽ ആ ഒരു ഓക്സിജൻ കൂടുതലായിട്ട് കിട്ടിയിട്ട് അത് നമ്മളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ കുഞ്ഞിലോട്ട് എത്തുകയുള്ളൂ. കുഞ്ഞിലോട്ട് ഈ ഒരു ബ്ലഡ് സർക്കുലേഷനിൽ ഓക്സിജന്റെ കണ്ടന്റ് കുറയുകയാണെങ്കിൽ അത് ഏർലി സ്റ്റേജിൽ തന്നെ മിസ്കാരേജ് ഉണ്ടാവുന്നതിന് കാരണമാവുന്നു. മിസ്കാരേജ് പലതരത്തിലുള്ള റീസൺസ് കൊണ്ട് നമുക്ക് സംഭവിക്കാം. നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള വ്യത്യാസം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ വ്യത്യാസം, ജനിതകപരമായിട്ടുള്ള വ്യത്യാസം. ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസത്തിൽ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത്, നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുന്നത്, നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഒട്ടും തന്നെ ശ്രദ്ധിക്കാത്തത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കെമിക്കൽ എക്സ്പോഷർ കൂടുന്നത് കൊണ്ടൊക്കെ മിസ്കാരേജ് ഉണ്ടാകാം. ഇതിൽ ജനറ്റിക് ആയിട്ടുള്ള റീസൺസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ ലിമിറ്റിൽ വരാത്ത കാര്യങ്ങളാണ്. ഫസ്റ്റത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സും അതുപോലെ ഡയറ്ററി ഫാക്ടേഴ്സും നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. നമ്മളിൽ ഉണ്ടാകുന്ന പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാകുന്ന ബ്രീത്തിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ബ്രീത്തിങ് ട്രബിൾസ് പലർക്കും മിസ്കാരേജ് ഉണ്ടാക്കുന്നു എന്ന് ഒരു പഠനങ്ങൾ നടത്തിയതിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ ശരീരത്തിന് കുറച്ചുകൂടി കെയർ കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രഷറിൽ ബ്രീത്ത് എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് വാക്കിംഗ് ചെയ്യുന്നത് നല്ലതാണെന്ന് വീഡിയോസിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിതപ്പ് വരുന്ന തരത്തിൽ ബ്രീത്തിങ് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പിലോട്ട് നിങ്ങൾ ധൃതിക്ക് നടക്കുക, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലോട്ട് ധൃതിക്ക് നടക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണെങ്കിലും കൈകൾ വീശി നല്ലതുപോലെ കിതപ്പ് വരുന്ന രീതിക്ക് നമ്മൾ വാക്കിംഗ് ചെയ്യുന്നത് ഒട്ടും പ്രഗ്നൻസിയുടെ ആ ഒരു സമയത്ത് നല്ലതല്ല. കാരണം പ്രഗ്നൻസിയുടെ ആ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കുഞ്ഞ് പിടിച്ച് കിട്ടുന്ന ആ ഒരു അവസരങ്ങളിൽ കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും കൃത്യമായിട്ട് പോകേണ്ടതാണ്. ഈ സമയത്ത് കിതപ്പുണ്ടാകുന്ന തരത്തിലുള്ള ജോലികൾ നമ്മൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ വാക്കിംഗ് നമ്മൾ നടത്തുന്നതോ ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള സാധ്യതയെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കുന്നു. വാക്കിംഗ് ഏറ്റവും ആദ്യത്തെ റീസൺ ആണെങ്കിൽ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഹെവി ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നടക്കുക. അതായത് ഇപ്പോൾ ബക്കറ്റിൽ തുണി വെച്ചിട്ട് ഇപ്പോൾ ഒരുപാട് തുണികൾ എടുത്തിട്ട് നമ്മൾ നടക്കുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് തുണികൾ എടുത്തിട്ട് നമ്മൾ കുറച്ചധികം ദൂരത്തേക്ക് നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കുമ്പോഴേക്കും നമുക്ക് ബ്രീത്ത് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. നമ്മൾ ഏത് ഹെവി ഒബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാലും ബ്രീത്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. സെയിം ഇതേ പ്രശ്നം തന്നെ നമുക്ക് ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടുകൾ കുഞ്ഞിനുണ്ടാവുന്നതിന് കാരണമാവുന്നു.
അതുപോലെ തന്നെ നമ്മളുടെ ശരീരം തളരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് കുറെ നേരം ജോലി ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്ന അവസരങ്ങൾ. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ശരീരത്തിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്ഷീണവും തളർച്ചയും ഒക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടാം. ഈ ഒരു ക്ഷീണവും തളർച്ചയും ഉള്ളതിനോടൊപ്പം നമ്മൾ വീട്ടിലെ ജോലികളോ അല്ലെങ്കിൽ മൂത്ത കുഞ്ഞിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കാര്യങ്ങളോ ഒക്കെ കൂടുതലായിട്ട് നോക്കി വരുമ്പോഴേക്കും നമ്മൾ കുറേം കൂടി ഒന്ന് തളർന്നു പോകാം. നമ്മൾ തളരുന്ന അവസരങ്ങളിൽ, നമുക്ക് ക്ഷീണം ഉണ്ടാവുന്ന അവസരങ്ങളിൽ നമ്മൾ എടുക്കുന്ന ഓക്സിജന്റെ അളവിലും വ്യത്യാസം സംഭവിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ, ഇത് തുടർച്ചയായിട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അത് കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാവുന്നതിനോ മിസ്കാരേജ് സംഭവിക്കുന്നതിനോ കാരണമാവുന്നു. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത്, നമുക്ക് ഓൾറെഡി ആസ്മയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ, ആ ഒരു പ്രശ്നം വരുമ്പോഴും നമുക്ക് പ്രഗ്നൻസി നഷ്ടമായി പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നമ്മൾ കമിഴ്ന്നു കിടക്കുന്ന അവസരങ്ങൾ. കമിഴ്ന്നു കിടക്കുന്ന അവസരങ്ങളിൽ ചില ആളുകൾക്ക് ലങ്സ് കൂടുതലായിട്ടൊന്ന് ഫോഴ്സ് കൊടുത്ത് അടയുമ്പോഴേക്കും ബ്രീത്ത് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഓൾറെഡി ഉള്ളവരാണ് നിങ്ങളെങ്കിൽ, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ആ ഒരു കാര്യവും ചെയ്യുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഓൾറെഡി നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ നമുക്ക് ബ്രീത്ത് എടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും. ഓക്സിജൻ റിക്വയർമെന്റ് കൂടുതലായിട്ടും വരും. ഈ അവസരങ്ങളിൽ അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് നമുക്ക് അനുഭവപ്പെടാനായിട്ടുള്ള, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് നമുക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയുണ്ടോ ആ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക കേട്ടോ. പലരും പ്രഗ്നൻസിയുടെ ഒരു തുടക്കത്തിൽ തന്നെ ചെയ്തു വെക്കുന്ന മിസ്റ്റേക്ക് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഒരു പോയിന്റിൽ മാത്രം വരുന്നുണ്ടെങ്കിൽ അത് മിസ്കാരേജിന് കാരണമാകുമോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതും കാരണം നിങ്ങൾക്ക് മിസ്കാരേജ് ഉണ്ടാവില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് കിടപ്പുണ്ടാക്കുന്ന രീതിക്ക് നമ്മൾ നടക്കുക, അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റുള്ള ഒബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കുകയുള്ളൂ. ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ഒരു ദിവസത്തിൽ ഒരു തവണ മാത്രം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും നിങ്ങളെ അഫക്ട് ചെയ്യില്ല കേട്ടോ. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആരൊക്കെ ഇത് ഫോളോ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി ട്രീറ്റ്മെന്റ് എടുക്കുന്നവരെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ വിവാഹം കഴിഞ്ഞിട്ട് അടുത്ത മാസത്തിൽ പ്രഗ്നൻസി നോക്കുന്നവരൊക്കെ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം നാച്ചുറലി നിങ്ങൾക്ക് പ്രഗ്നൻസി ആയിക്കോളും. പക്ഷെ ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നവര്, IVF പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.